നമ്മളെ പൂച്ചക്ക് നമ്മളൊരു കൂട് കൂടല്ല, നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഇടല് ഈ സംഭവത്തിൽ. മറ്റേ തക്കാളി പറ്റിയില്ല പീടിയിൽ നിന്ന് കിട്ടുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടല്. അപ്പോൾ ഇപ്പോൾ ഇതിൽ രണ്ടാമത് ഇതെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നമ്മളെ പൂച്ചേൻ്റെ വെള്ളപ്പൂച്ചേൻ്റെ അല്ല മറ്റേ പൂച്ചേൻ്റെ ഇതില്ലേ ബെൽറ്റ് കഴുത്തിലൂടെ കഴിച്ച് വെച്ചിനു ഇവിടെ എങ്ങനെ. അപ്പോൾ രാത്രി എടുത്തു വെക്കാൻ പറഞ്ഞു. ഇപ്പം നായി കടിച്ച് പൊട്ടിച്ച് വേറെ നായി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ബെൽറ്റില്ല. അപ്പം ഞാനിപ്പം കോളേജിൽ പോയ ടൈമിൽ അമ്മമ്മ ഉണ്ടാവും. അപ്പോൾ അത് നോക്കാനൊന്നാവില്ല, അപ്പോൾ ഇളക്കി വിട്ടാൽ റെഡി ആവില്ല. അപ്പം നമുക്കിപ്പോൾ ആദ്യം പൂച്ച ചെറുതായ ടൈമിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇടല്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ഇനിയിപ്പോൾ വലുതായതുകൊണ്ട് നമ്മൾ തുള്ളി പോകുമെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ഇങ്ങനെ ഇടല്, അടിയിൽ പേപ്പറെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോകും. ഇതിൻ്റെ അകത്ത് വെള്ളവും കാര്യങ്ങളും വെക്കും. അത്ര സ്പേസെല്ലാം ഉണ്ട്, ഓവർ സ്പേസ് ഒന്നും വേണ്ട. ഞാൻ ഒരു ദിവസം മൊത്തം ഇടുന്നൊന്നുമല്ലല്ലേ, ഞാൻ വന്നാൽ പിന്നെ അങ്ങ് ഇളക്കും, ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊടിയൊന്നും മുട്ടിയിട്ടില്ല. അപ്പോൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് എടാ ജിമ്മി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമ്മൾ പൂച്ചക്കല്ല അടിപൊളി സെറ്റ് സംഭവം ആക്കിയിട്ടുണ്ട്. ഇനി പൂച്ച ഇതിൻ്റെ ഉള്ളിൽ താമസിക്കട്ടെ അല്ലേ. ചെതളെല്ലാം ഉണ്ട്, അതെല്ലാം മുട്ടണം. അപ്പോൾ നല്ല സാധുവായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ പേടി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വിചാരിക്കൊന്നും വേണ്ടേ. ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഇടക്കും കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാണ്ട് ഇതിന് നിൽക്കാനാവില്ല. ഇതിന് അടങ്ങി നിൽക്കുന്ന സ്വഭാവമില്ല. പിന്നെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഇടങ്ങാറ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പൂച്ച ഇതിൻ്റെ അകത്താക്കട്ടെ. ഇപ്പം തൽക്കാലം നമുക്ക് ഇതിനെ പുറത്താക്കും. നോക്ക് എൻ്റെ മോനെ ഗൈസ്, വീട്ടിൽ നല്ല രോമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് കുറേ എല്ലാം പോയി. ഇപ്പം വരും. പിന്നെ വാലെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. എന്താ ഹലോ പറ. അപ്പോൾ ഗൈസ് ഞാൻ ഇത് വൃത്തിയാക്കട്ടെ ഗൈസ്. അപ്പം നമ്മുടെ മുകളിൽ ഒരു സ്റ്റൂളിലെടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും തട്ടു. അതുകൊണ്ട് അടിയിൽ നല്ല പേപ്പറിലും വീശി മെരുതാ പൂച്ചനെ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഇന്നത്തെ പരിപാടി ഇതേനും. എന്തായാലും ഇതിപ്പോൾ ഏകദേശം ഉച്ച ഒരു 12 മണി 12:30 ആയിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഫുള്ള് പരിപാടി ഇതൊന്നുമല്ല. എന്തായാലും രാവിലെ തൊട്ട് കുറച്ച് സമയത്തേക്കുള്ള പരിപാടി ഇതാണ്. ഇപ്പോൾ ഗൈസ് അടുത്ത നല്ല വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ.